രണ്ടുപേരും കൂടി ചെരുപ്പ് എടുക്കാൻ ടൗൺ വരെ പോയതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ചെരുപ്പ് എടുക്കാൻ ടൗണിലേക്ക് പോകുന്നത്, അത് ബസ്സിൽ. അങ്ങനെ ബസ് ടിക്കറ്റൊക്കെ എടുത്ത് ഞാൻ തീരെ നടക്കാതെ ഞാനാ എന്നെയും കൊണ്ട് ഇവിടെ ഒരു 3-3.5 കിലോമീറ്റർ വീട് തൊട്ടപ്പുറത്താലും ഞാൻ വണ്ടി എടുത്ത് പോകുന്ന ആളാണ് ഞാൻ. അടിപൊളിയോടെ നടന്ന് റെസ്റ്റിന് സ്റ്റുഡിയോയ്ക്ക് പോയി. അവിടെ എത്തി ചെരുപ്പൊക്കെ കുറേ ചെരുപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ കൺഫ്യൂഷനായി ഏതെടുക്കാന്നുള്ളത്. അവിടെ അതൊന്നും എടുക്കാതെ ടോപ്പ് എടുക്കാൻ വെച്ചു. പിന്നെ അവിടെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് ഫോട്ടോസും പിന്നെ അതിനൊരു ടോപ്പ് എടുത്തു. പിന്നെ സ്പ്രേ എടുത്തു. സ്പ്രേ പിന്നെ അൺലിമിറ്റഡ് അങ്ങനെ ടെസ്റ്റ് നോക്കാം. അവസാനം ഒരു സ്പ്രേ ഒക്കെ എടുത്ത് ബില്ല് കൊടുക്കാൻ പോയി. ഇപ്പോൾ കുറേ ക്ലിപ്പും കാണൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നോക്കി നിന്ന് ഭാവിയിൽ എൻ്റെ കൊച്ചിനാൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ നോക്കി നിന്ന്. പിന്നെ ഫുഡ് അടിക്കാൻ പോയി. അവിടെ ഇപ്പോൾ എൻ്റെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് അൽഫാം. അതില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുന്തത്തിൽ നിന്ന് ഇറങ്ങി നേരെ ബിനിക്ക്. ഞാനൊക്കെ ആദ്യമായിട്ട് കാണണം ബിനിന്ന് സംഭവം. ഇവിടെ നിന്ന് ബിരിയാണി 3 ബിരിയാണി റേറ്റൊക്കെ ഓരോ ബിരിയാണിക്ക്. അപ്പോൾ അത് വേണ്ട വെച്ചിട്ട് ഞങ്ങൾ ഫ്രൈഡ് ചിക്കൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ സാധനം വന്നു. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് സെറ്റാണ്. ഞാൻ ആദ്യം ഇങ്ങനെ സ്ഥലം കാണണം. പിന്നെ എൻ്റെ കയ്യിൽ ടൈം ബോംബ് അടിക്കുന്ന പോലെയാണ് ആ സാധനം അടിക്കണായിരുന്നത്. പിന്നെ എന്താക്കി ഫ്രൈഡ് ചിക്കൻ വന്നു. ഇത് 350 രൂപയ്ക്ക് 10 പീസ് സെറ്റ് സാധനം. വാല്യൂ ഫോർ മണി എന്ന് പറയില്ലേ, സെറ്റ് സാധനമാണത്. അത് മുതലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ചെരുപ്പ് നോക്കി ഇറങ്ങി വരുന്ന വഴിയിലൊക്കെ നല്ല ചൂട്, എളുപ്പമല്ല. പിന്നെ ഒരു ഗിഫ്റ്റ് വാങ്ങണമായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ടെലിവിയർ വാങ്ങിച്ച് പിന്നെ അടുത്ത ചെരുപ്പ് കടയിൽ കയറി. അവിടെ ഫാൻ്റെ അടി ഞായിരുന്നു. അവൾ കുറേ നേരം ചെരുപ്പൊക്കെ നോക്കി 3-4 കടയിൽ ഞങ്ങൾ കയറി. അവസാനം അവിടെ ഫിക്സ് ചെയ്ത് സെറ്റാക്കി. പിന്നെ അവൾക്ക് സാരി എടുക്കാൻ പോയി. പിന്നെ ഞാനവിടെ തണുപ്പത്തിങ്ങനെ ഇരുന്നു. പിന്നെ ഇതൊക്കെ ക്യാരി ചെയ്യാൻ പഠിച്ചു കുറേ സാധനം. പിന്നെ എനിക്കൊരു ചെരുപ്പ് നോക്കി 2 കട കയറി, സാധനം കിട്ടിയില്ല. അപ്പോൾ അവസാനം ഒരു കടയിൽ നിന്ന് കിട്ടി. നേരെ വീട്ടിലോട്ട് പോന്നു. അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ ബൈ.